അപരസ്ഥ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ പല മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കേസ് മാറ്റണം, പവർ സപ്ലൈ മാറ്റണമെന്ന്. അവസാനം നമ്മൾ മാറ്റാതായിട്ട് സിസ്റ്റം തന്നെ പറഞ്ഞു ഇനി ഞാൻ പണിയെടുക്കൂല, നിങ്ങൾ മാറ്റിയാലേ പറ്റുള്ളൂ. അങ്ങനെ അതവിടെ പണി നിലച്ചപ്പോഴത്തേക്ക് നമ്മൾ പോയി സാധനം എടുത്ത് വന്നിട്ടുണ്ട്. ഇത് പ്രോലാബ് എന്ന് പറഞ്ഞ ആന്റി സ്പോർട്സിന്റെ പുതിയൊരു കേസാണ്. പൊട്ടിച്ച് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. കേസിന്റെ വലിപ്പം കണ്ടപ്പോഴേ മനസ്സിലായി നല്ല വലിയ കേസാണ്. ബാക്കി എല്ലാ കമ്പോണൻസും പഴയ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പഴയ നമ്മൾ ഇടയ്ക്ക് ഒരു 2 മാസം മുമ്പ് ഹാർഡ് ഡിസ്ക് വരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പല സാധനങ്ങൾ മാറി വന്നതാണ്. പിന്നെ ഈ കേസിന്റെ പ്രത്യേകത കാണിച്ചു. ഇതിൽ നമുക്ക് അകത്തുനിന്ന് വയേഴ്സ് എടുക്കാനുള്ള പോർട്ടുകൾ, കാര്യങ്ങൾ, പിന്നെ ഒരുപാട് എക്സ്പാൻഷൻ സ്ലോട്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ 10 ഹാർഡ് ഡിസ്ക് കണക്കുള്ള പേ തന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയാണ് നമ്മൾ ഈ കേസ് എടുത്തത് ആക്ച്വലി. അപ്പോൾ ഇതാണ് നമ്മളെ സെർവറിന്റെ ഫ്രണ്ട് ഭാഗം. സിമ്പിളാണ്, നോർമലാണ്, ഭയങ്കര ഇതൊന്നും ആയിരുന്നില്ല. നമ്മൾ പ്രൊഫഷണലി യൂസ് ചെയ്യുന്ന ഇതിനുണ്ട്, ലാബിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഫ്രണ്ടിൽ USB-C ഒരു ടൈപ്പ് വരുന്നുണ്ട്. ഞാൻ പക്ഷെ നമുക്ക് ഇതൊന്നും കൊണ്ട് ഉപയോഗമില്ല. നമ്മളിതിൽ ട്രൂനാസാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി നമ്മൾ നെറ്റ്വർക്ക് അറ്റാച്ച് പോയത് ഇതാണ് ഇതിൻ്റെ ഇത്രയും ബേസ് ഇതൊക്കെ എക്സ്ട്രാ വയ്ക്കാൻ വരുന്നതാണ്. ഇതിനൊക്കെ ഹാർഡ് ഡിസ്ക് സെറ്റ് ചെയ്തതിനു ശേഷം സ്ലൈഡ് ചെയ്ത് പ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യുന്നത്. ബാക്കി 5 ഈസി ആക്സസിബിൾ ആയിട്ടുള്ളതുകൊണ്ട് പിന്നെയാണ് നമുക്ക് ചെയ്യാൻ. ഇതെന്തായാലും നമ്മളിപ്പോൾ ഇടുന്ന ഹാർഡ് ഡിസ്കുകൾ അധികം നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നതല്ല. അപ്പോൾ നമുക്കിത് ഒരു ഫാൻ വരുന്നുണ്ട്. നമ്മളുടെ എക്സ്ട്രാ 2 ഫാൻ ഉണ്ട്. സോറി, ഇത് പവർ സപ്ലൈക്കുള്ള ഇൻടേക്കിന് വേണ്ടിയുള്ളതാണ്. പിന്നെ മുകളിൽ 120 വയ്ക്കാം. പിന്നെ ഇവിടെ മദർ ബോർഡിന്റെ കൂളിങ്ങിന് വേണ്ടി ആണ് തോന്നുന്നു. ഇവിടെയും ഒരു 120 200 ആണ് തോന്നുന്നു. ഇവിടെ അത് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. നമുക്ക് മെയിൻലി പവർ സപ്ലൈയുടെ പ്രശ്നം വന്നത് കേസ് അല്ല പ്രശ്നം. കേസ് നമുക്ക് എയർ ഫ്ലോ കുറവായിരുന്നു, അതുകൊണ്ടാണ് കേസും കൂടെ മാറ്റിയത്. ഇത്രയും റണ്ണിങ് 24/7 ഓൾമോസ്റ്റ് റണ്ണിങ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ പവർ ടാപ്പ് മാറ്റണം. ഇങ്ങനത്തെ പവർ ടാപ്പുണ്ട്. ആ പവർ കേബിൾ ഞാൻ വരുന്നുണ്ട്. സാധാരണ വരുന്നതെല്ലാം 16 ആംസിന്റെ വലിയ പിന്നാണ്. അത് നമുക്ക് മിക്കവാറും നമുക്ക് UPS കണക്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളതൊരു തോഷിബയുടെ ഒരു 1 TB ഹാർഡ് ഡിസ്കാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്തത്. ആക്ച്വലി അതല്ല, നമ്മൾ 4 TB നോർമൽ ഹാർഡ് ഡിസ്ക് വാങ്ങി ആദ്യം. പക്ഷേ അപ്പോഴത്തേക്കും ഒട്ടും സ്പീഡ് കിട്ടുന്നില്ല. മാത്രമല്ല അത് കംപ്ലൈന്റ് പോയി പെട്ടെന്ന് തന്നെ. പിന്നെ വരുന്നത് നമുക്ക് ഒരു SSD വരുന്നുണ്ട്. 4-5 വർഷമായ ഒരു SSD ആണ്. ഇതാണ് നമ്മളെ മദർ ബോർഡ്. IO ഒക്കെ നോർമൽ തന്നെയാണ്. നമ്മളെ പഴയ സീരിയൽ പോർട്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഇതിൽ BGA വരുന്നില്ല. ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് ഇത്രയും PCI ലൈൻസ് വരുന്നുണ്ട്. ആവശ്യം പോലെ എക്സ്പാൻഷൻ കാർഡ്സ് ആഡ് ചെയ്യാം. നമുക്ക് PCI to SATA കൺവേർട്ടേഴ്സ് ഉണ്ട്. ഈ കാർഡ്സ് ഉണ്ട്. അത് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണോ ഹാർഡ് ഡിസ്കുകൾ എക്സ്ട്രാ ആഡ് ചെയ്യും. ഇതിന്റെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര അപ്ഗ്രേഡ് ചെയ്യാം. ജസ്റ്റ് കാർഡ് ഇടുക, കണക്ട് ചെയ്യുക. പൂളിൽ ഒന്നെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് പൂളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ പൂൾ ക്രിയേറ്റ് ചെയ്യാം. പൂൾസ് എക്സ്പാൻഡ് ചെയ്താൽ മാത്രം മതി. ഇനി പൂൾസ് ആഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ആവശ്യമുള്ള പൂൾസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും പൂളിലോട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് PC ബിൽഡിംഗ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒരുപാട് നാളായി PC. എനിക്കൊന്നും 2 വർഷത്തിനകത്താവും. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ എടുക്കുന്ന ട്രോൺ PC, നമ്മുടെ ഫ്രണ്ടായ ട്രോൺ PC നമ്മൾ തുടക്കത്തിൽ അറിയാം. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ട്രോൺ PC, നമ്മളെ നെസ്റ്റയുടെ ഒരു അഡ്മിൻ കൂടിയായ ട്രോൺ PC അജയ്, അവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളെല്ലാം എടുക്കുന്നത്. അത് ഞാൻ മദർ ബോർഡ് സെറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് എന്തായാലും പവർ സപ്ലൈ തന്നെ ആദ്യം സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളെ മദർ ബോർഡ് മാക്സിമം ഇങ്ങനെ റഫായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതല്ല. ഇതുവരെ ആരും നമുക്ക് അടിച്ചിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് അടിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് അറിയുന്നവർക്ക് അടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണത് ബെറ്റർ. എപ്പോഴും നമുക്ക് പ്ലാസ്റ്റിക് ഭാഗത്തോ അങ്ങനെ ഏതെങ്കിലും തിരിച്ചെടുക്കുന്നതാണ് നമുക്ക് എപ്പോഴും മദർ ബോർഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ. അതിലെ സ്റ്റാൻഡ് ഓഫ്സ് സെപ്പറേറ്റ് ആയിട്ട് വരും. കേസിൽ ഇതിൽ RTI തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ഓഫ്സ് സെപ്പറേറ്റ് വരുന്നതിൽ ശ്രദ്ധിക്കുക. സ്റ്റാൻഡ് ഓഫ്സ് നേരെ വച്ചിട്ട് അതിലൊക്കെ കീ ഉണ്ടായിരിക്കും. അത് ടൈറ്റ് ചെയ്യേണ്ട കീ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 8 പിൻ CPU കണക്റ്റിയിട്ടുണ്ട്. 24 പിൻ. ഞാൻ നേരത്തെ 18 പിന്നെന്നോ 16 പിന്നെന്നോ പറഞ്ഞത്. 24 പിൻ കണക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് 16 ഉള്ളായിരുന്നു, 18 ഇപ്പോൾ 24 പിന്നാണ് കൂടുതൽ വരുന്നത്. കൂടുതലല്ല 24 പിന്നാണ് വരുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പാൻഷൻ കാർഡ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നില്ല, പകരം താഴത്തെ കണക്ട് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് പോർട്ട് കണക്ട് ചെയ്യാം.
അപ്പോൾ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ മുകളിലോട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഫസ്റ്റ് 1 TB ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാം. മറ്റൊരു മുകളിലത് SSD വയ്ക്കാൻ താഴെയാണ് ഹാർഡ് ഡിസ്കിന്റെ എക്സ്പോസ് വരുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു പ്രത്യേകത ആണെന്ന് വെച്ചാൽ നമ്മുടെ CPU വരുന്ന ഭാഗത്ത് ബാക്കിൽ ഫാൻ ഫിറ്റ് ചെയ്യും. 90 mm ഒരു ഫാൻ നമുക്ക് വരുന്നുണ്ട്, എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം നമ്മൾ താഴെയും സൈഡിലും വയ്ക്കുന്നില്ല, മുകളിൽ വരുന്ന രണ്ടെണ്ണം എക്സോസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫുള്ള് സെറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാസ് സെർവർ, അത് നമ്മൾ നോർമൽ റെൻഡറിങ് PC ആണ്. ഞാനിത് പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു 3 ഫാനോട് എക്സ്ട്രാ വയ്ക്കുന്നത്. ഒരു ഇൻടേക്ക് ബോട്ടം, അത് ഇൻടേക്ക് വേണോ വേണ്ടേ എന്നുള്ളത് ആലോചിക്കുകയാണ്. ഇവിടെ 2 എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടാവും. ബാക്കിൽ നമ്മളെ CPU ഫുള്ളിൻ്റെ അവിടെ ഒരു എക്സോസ്റ്റ്. ഞാൻ എല്ലാം എക്സോസ്റ്റ് ആക്കി നെഗറ്റീവ് പ്രഷർ ആക്കുക എന്നുള്ള ഐഡിയയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി ഫുള്ള് എയർ ഇൻടേക്ക് പോകും. ഇവിടെ ഡബിൾ മെഷ്ഡാണ്, അപ്പോൾ ക്ലീനിങ്ങിന് നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഹാർഡ് സ്കിൽ ഇരിക്കുന്നത്. ഇതിൽ മെയിൻലി കൂളിംഗ് വേണ്ടത് ഹാർഡ് സ്കിൽ, കാരണം 24/7 ഹാർഡ് സ്ക് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിത് കൂളിംഗ് കൂടുതൽ വേണ്ടത് SSDക്കും ഹാർഡ് സ്കിനും രണ്ടും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇതിൽ 1-2 പരിപാടികൾ ബാക്കിയുണ്ട്, വേറെ ഒന്നുമല്ല. ഇതിലെ ഡേറ്റ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് വിൻഡോസിൽ വർക്ക് ചെയ്യുന്ന GPT MBR പാർട്ടീഷൻസ് അല്ല ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ZFS ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് ഒരു ഹാർഡ് സ്കിലോട്ട് വെച്ചാൽ വർക്ക് ചെയ്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് അതിനുള്ള ഡേറ്റ വേറെ ഏതെങ്കിലും ഹാർഡ് സ്കിലോട്ടോ ബാക്കപ്പ് എക്സ്റ്റേണൽ ഇതിലോട്ടോ ഏതെങ്കിലും കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ള് ഫോർമാറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1 TB ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് വേറെ ഏതെങ്കിലും ആക്കിയതിന് ശേഷം ഇതിലോട്ട് ആ ഹാർഡ് ഡിസ്ക് മാറ്റി ചെയ്യുന്നതായിരിക്കും. ഭാഗ്യത്തിന് 1 TB ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. ഫുൾ ആയിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയാണ്. കാരണം ബാക്കിയെല്ലാം ഫില്ലായി ഇരിക്കുകയാണ്. നമുക്ക് ഇനി പഴയ വർക്കുകൾ കുറെ ഉള്ളത് കളയണം. നമ്മൾ 6 months ഇട്ടേക്കും ഓരോ വർക്കുകളും. ഇതിപ്പോൾ ആർക്കെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് കൂടുതൽ കോൺഫിഗറേഷൻ കാര്യങ്ങളും ഡീറ്റെയിൽ ഇപ്പോൾ ഞാൻ റാൻഡമായിട്ട് പറഞ്ഞു പോകുന്നതാണ്. കാരണം ബോറാക്കേണ്ട, എല്ലാവർക്കും ടെക്നിക്കൽ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ആർക്കെങ്കിലും ഒക്കെ വീഡിയോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടെക്നിക്കൽ ചാനലുണ്ട്, അത് ഒരുപാട് വീഡിയോ ഇടുന്നില്ല. എല്ലാം നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ടീം പയ്യെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേറെ ചാനലുണ്ട്, ടെക് ചാനലുകളുണ്ട്. അപ്പോൾ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ടെക് നമ്മുടെ കൂട്ടത്തിൽ 2-3 പേരുണ്ട്. അപ്പം ഞങ്ങളെല്ലാം ബിസിയാണ്. അല്ലെങ്കിൽ ഞാൻ ട്രോൺ PC അയച്ച് നിങ്ങൾ 2 ടെക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടെക് എന്തോസിയാസ്റ്റ് എന്നൊക്കെ പറയാം. ഇപ്പോൾ 2 പേർക്കും അത് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ബിസിനസ് കാര്യങ്ങളായത് കാരണം. ടെക് ഇഷ്ടമുള്ള ഒരു ടെക് ചാനൽ ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത്, അപ്പോൾ ഇതൊക്കെ അറിയാമെന്നുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യും. എന്തായാലും നോക്കാം കാര്യങ്ങൾ.